welcome to ChemFlix. ഹായ് ഓൾ, അപ്പോൾ നമ്മൾ ഇന്ന് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PYQ ഡിസ്കഷൻ ആണ്. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു 1 hour കൊണ്ട് എന്തുമാത്രം ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കോൺസെൻട്രേഷനോട് കൂടി എത്ര മിനിറ്റ് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുമോ അത്രയും സമയം വീഡിയോ കണ്ട് അതിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം കോർഡിനേഷൻ കെമിസ്ട്രി മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇനോർഗാനിക് കെമിസ്ട്രിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ കെമിസ്ട്രി. അതുപോലെ തന്നെ ഒത്തിരിയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനാണ് ചാൻസ്. അപ്പൊ അല്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാനാണ് ചാൻസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5 to 10 minutes കഴിയുമ്പോൾ ബോർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, എന്നിട്ട് പിന്നെയും എപ്പോഴെങ്കിലും വന്നിട്ട് ഫ്രീ ടൈം കണ്ടുപിടിച്ച് വന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ഗിവൻ ബിലോ. കുറച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. PtCl2NH3 twice, PtCl2NH3 Br2, CrH2O6Cl3. Which type of isomerism do these compounds exhibit? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് നോമൻക്ലേച്ചർ എന്താണെങ്കിലും വേണമല്ലോ, അതിന്റെ നോമൻക്ലേച്ചറും കൂടെ ചെയ്തു പോകാം. ഇവിടെ നമുക്ക് ലിഗാൻസ് തന്നിരിക്കുന്നത് NH3 എന്ന് പറയുന്ന ലിഗാൻഡിന്റെ പേര് അമ്മീൻ എന്നാണ്, AMMINE. ഇനി Cl2 എന്ന് പറയുന്ന ലിഗാൻഡിന്റെ പേര് Cl ക്ലോറോ എന്നാണ്, CHLORO ക്ലോറോ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോഴേക്കും ആദ്യം അമ്മീനും പിന്നെ രണ്ടാമത് ക്ലോറോയും ആണ്. എത്ര അമ്മീൻ ഉണ്ട്? 2 അമ്മീൻ ഉണ്ട്. സോ ഡൈ അമ്മീൻ എന്നാണ് പേര്. ഡൈ അമ്മീൻ ഡൈക്ലോറോ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്, പ്ലാറ്റിനം. ഇനി ഈ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 2 ക്ലോറിനാണ് ഉള്ളത്. ആ 2 ക്ലോറിന് -2 ആണ്. ഒരു ക്ലോറിന് -1 ചാർജ് ആണ്. അപ്പൊ 2 ക്ലോറിന് 2 മൈനസ് ആയിരിക്കും. അപ്പൊ -2 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്ലാറ്റിനത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് +2 ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാർജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് പേര് ഡൈക്ലോറോ പ്ലാറ്റിനം 2 എന്ന് പറയുന്ന പേരായിരിക്കും. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ 4 അമ്മീൻ ഉണ്ട്. അപ്പൊ 4 അമ്മീൻ ഉണ്ടെങ്കിൽ ടെട്രാ അമ്മീൻ. 2 ക്ലോറിനകത്തുണ്ട്. അപ്പൊ ടെട്രാ അമ്മീൻ ഡൈക്ലോറോ. ഇവിടെ പ്ലാറ്റിനം ഉണ്ട്, പ്ലാറ്റിനം. ഇനി പ്ലാറ്റിനത്തിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ 2 ക്ലോറിനകത്തും ഉണ്ട്, 2 ബ്രോമിൻ പുറത്തുണ്ട്. അപ്പൊ 2 2 4 മൈനസ് ചാർജ് ആണ്. അപ്പൊ പ്ലാറ്റിനം 4 ബ്രോമൈഡ് എന്നായിരിക്കും ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിന്റെ പേരെന്നാ ടെട്രാ അമ്മീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 4 ബ്രോമൈഡ് എന്നായിരിക്കും. ഇവിടെ നമുക്ക് ഈ കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് നിൽക്കുന്നതിനെ നമ്മൾ അതേപോലെ തന്നെ പുറത്താണ് എഴുതേണ്ടത്. കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്ത് ആദ്യം കോർഡിനേഷൻ സ്പിയറിനകത്തുള്ളത് എഴുതണം. ഇതാണ് നമ്മുടെ കോർഡിനേഷൻ സ്പിയറിനകത്തുള്ളത്. ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തുള്ള ആളെ എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പേരെന്ന് നോക്കിക്കേ, ഇവിടെ 6 അക്വ, ഈ H2O പേര് അക്വ എന്നാണ്. 6 അക്വ ഉണ്ട്. അപ്പൊ ഹെക്സാ അക്വ ക്രോമിയം ആണുള്ളത്. ഓക്കെ, ഹെക്സാ അക്വ ക്രോമിയം. ഇനി 3 ക്ലോറിൻ പുറത്തുണ്ട്. അപ്പൊ 3 ക്ലോറിനും അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് വരും? 3 ക്ലോറിന്റെ ആയിരിക്കും. അപ്പൊ -3. അപ്പൊ നമുക്ക് ക്രോമിയത്തിന് +3 വരും. അപ്പൊ ക്രോമിയം 3 ക്ലോറൈഡ്. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് ഹെക്സാ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് എന്നായിരിക്കും. പേര് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? അപ്പൊ PtCl2NH3 ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ക്ലോറിനും ഉണ്ട്, 2 NH3 ഗ്രൂപ്പും ഉണ്ട്. 2 ക്ലോറിനും 2 NH3 ഗ്രൂപ്പും വരുന്ന ഐസോമറിസം എന്ന് പറയുന്നത് നമുക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം ആയിരിക്കും. അത് നമുക്ക് സിസ് ഐസോമറും ഉണ്ട്, ട്രാൻസ് ഐസോമറും ഉണ്ട്. ഓക്കെ, സിസ് ആണെങ്കിൽ സെയിം സൈഡിലായിരിക്കും 2 NH3 വരുന്നത്. 2 Cl-ഉം 2 NH3 സെയിം സൈഡിലായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ ട്രാൻസ് ഐസോമർ എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത് PtCl2NH3 Br2. അവിടെ നോക്കിയാൽ നമുക്ക് കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്ത് 2 ബ്രോമിൻ ഉണ്ടല്ലേ. അപ്പൊ ഈ ബ്രോമിന് വേണമെങ്കിൽ അകത്തേക്ക് വരാം, ക്ലോറിന് പുറത്തേക്ക് വരാം. അപ്പൊ കോർഡിനേഷൻ സ്പിയറിന്റെ അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും നമ്മൾ പറയുന്നത് അയോണൈസേഷൻ ഐസോമറിസം ആണ്. അപ്പൊ അയോണൈസേഷൻ ഐസോമറിസത്തിന് സ്കോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PtCl2NH3 Br2 ജിയോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ വരുന്നത്.
നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കോർഡിനേഷൻ നമ്പറിന്റെ കാര്യം കൂടെ പറയാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ലിഗാൻസ് ആണോ ഡയറക്ട്ലി നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനോട് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ലിങ്കേജ് എത്ര മെറ്റൽ ആറ്റത്തിന് എത്ര ലിഗാൻസിനുണ്ടോ അതാണ് കോർഡിനേഷൻ നമ്പർ CN എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ കേസിൽ 2 ക്ലോറിനും 2 അമോണിയമാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 2 + 2 4 വരും. രണ്ടാമത്തെ കേസിൽ 2 ക്ലോറിനും 4 ബ്രോമിനും പുറത്ത് 2 ബ്രോമിനും ഉണ്ട്. സോ നമുക്ക് ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4ഉം 2ഉം ഈ അകത്ത് നിൽക്കുന്ന ഈ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കോർഡിനേഷൻ നമ്പറിന് കാരണം. അപ്പൊ ഇവിടെ 4ഉം 2ഉം എത്രയാണ് 6. അപ്പൊ രണ്ടാമത്തെ കേസിൽ കോർഡിനേഷൻ നമ്പർ 6 വരും. ഇനി മൂന്നാമത്തെ കേസിൽ H2O 6 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ കോർഡിനേഷൻ സ്ഫിയറിനകത്ത്. അതുകൊണ്ട് അവിടെ കോർഡിനേഷൻ നമ്പർ എന്ത് വരും 6 വരും. അപ്പൊ ഇതാണ് ഇനിയുള്ളത്. ഇവിടെ എവിടെയാണോ H2O അതായത് അക്വ, ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എവിടെയാണോ H2O അല്ലെങ്കിൽ അക്വ എന്ന് പറയുന്ന ലിഗാൻഡ് ഉള്ളത് അവിടെ ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം ആണ് ഉണ്ടാവുന്നത്. സോ ദീസ് ആർ ദി ആൻസേഴ്സ് to these questions. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടീച്ചർ ആസ്ക്ഡ് 2 students to write the electronic configuration of D4 system using CFT. CFT എന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് D4 സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റുഡന്റ് എഴുതി T2G3 EG1, വേറൊരു സ്റ്റുഡന്റ് എഴുതി T2G4 EG0. സജസ്റ്റ് വിച്ച് സ്റ്റുഡന്റ് ഗീവ്സ് കറക്റ്റ് കോൺഫിഗറേഷൻസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഡ്രോ ഫിഗർ ടു ഷോ സ്പ്ലിറ്റിംഗ് ഓഫ് ഡീജനറേറ്റ് ഡി ഓർബിറ്റൽസ് ഇൻ ആൻ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? 2 സ്റ്റുഡന്റിനോട് D4 കോൺഫിഗറേഷൻ CFT യൂസ് ചെയ്ത് എഴുതാൻ പറഞ്ഞു. പുള്ളി ഒരാള് T2G3 EG1 എന്ന് എഴുതി, മറ്റേ ആൾ T2G4 എന്ന് എഴുതി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിഗറും വരയ്ക്കാൻ. ഇപ്പൊ T2G3 EG1 ഇവിടെ മൊത്തം ഇലക്ട്രോൺ എത്ര ഉണ്ട്? 3 3 4. ശരിയാണ്. ഇവിടെ T2G4 എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺ. അപ്പൊ ഇവർ പറഞ്ഞ D4-ല്ലാത്ത 4 ഇലക്ട്രോൺസിനെ അവർ രണ്ടുപേരും വെച്ചു. 2 പേരും എഴുതിയിരിക്കുന്നത് ശരിയാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാ. ഒരാള് നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോഴേക്കും ഒരു മിനിറ്റ്, ഇവിടെ നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ 6 വരുവാണെങ്കിൽ നമുക്ക് ഈ ഇതായിരിക്കും നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് T2G എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് ട്രിപ്പിലെറ്റ് എന്നാണ് കാണിക്കുന്നത്. ട്രിപ്പിലെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 3 ആയിട്ട് D ഓർബിറ്റൽ താഴെയും, E എന്ന് പറയുമ്പോൾ ഡബിളറ്റ് ആണ്. ഡബിളറ്റ് എന്ന് പറയുമ്പോൾ 2 ഓർബിറ്റൽസ് മുകളിലുമാണ്. ഈ മുകളിലുള്ള 2 ഓർബിറ്റൽസ് ഏതൊക്കെയായിരിക്കും? DX² - Y² DZ² ആയിരിക്കും. താഴെയുള്ളത് ഏതൊക്കെയായിരിക്കും? എലോങ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആയിരിക്കും DXY DXZ DYZ. ഇതായിരിക്കും നമ്മുടെ താഴെയുള്ള 3 ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ആള് ഈ 4 സിസ്റ്റത്തിനെ ഈ 4 ഇലക്ട്രോൺസിനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അയാൾക്ക് 1 2 3 4 മുകളിലേക്ക് പോവാം. അപ്പോഴാണ് നമുക്ക് വരുന്ന കോൺഫിഗറേഷൻ T2G3 EG1 എന്ന് വരുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ അയാൾക്ക് വേണമെങ്കിൽ താഴത്തേക്ക് വന്നിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെ താഴത്തേക്ക് വന്നിട്ട് അങ്ങനെ പെയർ ചെയ്ത് കൊടുത്തേക്കുന്നു അല്ലെ. അപ്പൊ ആ കുട്ടി താഴത്തേക്ക് പെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ ആണ് T2G4. സംഗതി രണ്ടും ശരിയാണ്. ഇനി എപ്പോഴാണ് പെയറിങ് നടക്കുന്നത്? പെയറിങ് നടക്കുന്നത് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇവിടുന്ന് മേളിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവര് തമ്മിലുള്ള അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കൂടുതലാണെങ്കിൽ ജമ്പിങ് പോസിബിൾ അല്ല. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കൂടുതലാണെങ്കിൽ അവിടെ പോസിബിലിറ്റി എന്തായിരിക്കും? പെയറിങ്ങിനാണ് പോസിബിലിറ്റി ഉള്ളത്. പെയറിങ്ങിന് പോസിബിലിറ്റി ഉള്ളപ്പോൾ T2G4 എന്ന് വരും. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ വരുന്ന ആൾക്ക് മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. ഗ്യാപ്പ് കുറവാണെങ്കിൽ മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ദാ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ദാറ്റ് ഇസ് T2G3 EG1 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഇനി എപ്പോഴായിരിക്കും ഗ്യാപ്പ് കൂടുന്നത്? സ്ട്രെങ്ത് കൂടുതലുള്ള ലിഗാൻസ് വരുമ്പോഴാണ് ഗ്യാപ്പ് കൂടുന്നത്. സ്ട്രെങ്ത് കൂടുതലുള്ള ലിഗാൻസ് വരുമ്പോഴായിരിക്കും ഗ്യാപ്പ് കൂടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞു ബോത്ത് കോൺഫിഗറേഷൻ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ്. ബോത്ത് കോൺഫിഗറേഷൻ ആർ കറക്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ്. കാരണം വരാ സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ്. ഇത് ലിഗാൻഡ് ഈസ് വീക്ക് ഫീൽഡ് സ്റ്റുഡന്റ് 1 ഈസ് കറക്റ്റ്. അതായത് ആദ്യത്തേത് വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ സ്റ്റുഡന്റ് 1ന്റെ കറക്റ്റ് ആയിരിക്കും. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ സ്റ്റുഡന്റ് 2ന്റെ കറക്റ്റ് ആയിരിക്കും. കാരണം സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ പെയറിങ് നടക്കത്തുള്ളൂ. അപ്പൊ T2G4 വരും. ഇനി ഡ്രോ ദി ഫിഗർ ടു ഷോ സ്പ്ലിറ്റിംഗ് ഓഫ് ഡീജനറേറ്റ് ഡി. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. ഹൗ ടു ഡ്രോ ദി ഫിഗർ നോക്കിക്കേ. ഇവിടെ നമുക്കറിയാം ഡീജനറേറ്റ് ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ട്.
5 ഓർബിറ്റൽസിന് 5 വര ഇട്ട് കാണിച്ചാൽ മതി, 5 വര ഇട്ട് കാണിക്കണം. ഓക്കെ, ഇനി ആവറേജ് എനർജി എന്ന് പറയുന്നത് കുറച്ച് അവർ എക്സൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അത്രയും എനർജി ആയിട്ട് നമ്മൾ ആവറേജ് എനർജി വെച്ചു. ഇനി അവരെന്ത് ചെയ്യും? ലിഗാൻസിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ലിഗാൻസിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അതങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ താഴെ T2G മേളിൽ EG അല്ലെ. T2G എന്ന് പറയുമ്പോൾ എനർജി കുറഞ്ഞ ആളും EG എന്ന് പറയുമ്പോൾ എനർജി കൂടിയ ആളും. E എന്ന് പറയുമ്പോൾ ഡബിളറ്റ് ആണ്, T എന്ന് പറയുമ്പോൾ ട്രിപ്പിളറ്റ് ആണ്. താഴെ 3നും മേളിൽ 2ലും ഇവർ തമ്മിലുള്ള ടോട്ടൽ 5 ഓർബിറ്റൽസ് ആണ്. ആ 5 ഓർബിറ്റൽ താഴെയാണ് 3 വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മേളത്തെ ഗ്യാപ്പിനാണ് 3/5 ഡെൽറ്റ O ഇടുന്നത്. ഡെൽറ്റ O എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഒക്ടാഹിഡ്രൽ ഫീൽഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ സെൻട്രൽ മെറ്റൽ അയോൺ CO3+ with the coordination number is 6 can form a series of complex in which both Cl- and NH3 acts as ligands. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലിഗാൻഡ് തന്നിട്ടുണ്ട്. Cl ഉം NH3 ആണ്. സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് കൊബാൾട്ടിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഗീവ് ദി ഫോർമുല ഓഫ് ഈച്ച് കോംപ്ലക്സ് മോളിക്യൂൾസ്. 3 മോളിക്യൂളിന്റെ ഫോർമുല നമ്മൾ എഴുതണം. ഗീവ് ദി IUPAC നെയിം ഓഫ് ദി എബവ് കോംപ്ലക്സ്. അതിന്റെ IUPAC നെയിം നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് CO3+ ആണ്, കോർഡിനേഷൻ നമ്പർ 6 ആണ്, ക്ലോറിനും ഉണ്ടാവും, അമോണിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദാ CO NH3 5 Cl Cl2 രണ്ടെണ്ണത്തിനെ പുറത്തിട്ടു. അകത്ത് 5 NH3യും ഒരു ക്ലോറിനും എഴുതി. അപ്പൊ ഇതിന്റെ പേര് വരുമ്പോ എങ്ങനെ വരും? കോർഡിനേഷൻ നമ്പർ +3 ആണെന്ന് തോന്നുന്നു. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെങ്കിൽ ഇവിടെ എത്ര ക്ലോറിനാറ്റേ പാടുള്ളൂ? 3 ക്ലോറിനാറ്റേ ആകെ പാടുള്ളൂ. 3 ക്ലോറിനാറ്റോ ആകെ പാടുള്ളൂ. കാരണം അമോണിയ NH3 ലിഗാൻഡിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ക്ലോറിന്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. നമുക്കിവിടെ കൊബാൾട്ടിൻ്റെത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ CO3+ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര Cl- വേണം? 3 Cl- വേണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് 3 Cl. അപ്പൊ ഈ 3 Cl എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചു എഴുതാം. ഇതാ ഇവിടെ ഒരു Cl2 പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ വരും? പെന്റ അമീൻ. 5 അമീൻ ഉണ്ട്, ഒരു ക്ലോറോ ഉണ്ട് അകത്ത്. അപ്പൊ പെന്റ അമീൻ ക്ലോറോ. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 തന്നിട്ടുണ്ട്. കൊബാൾട്ട് 3 ക്ലോറൈഡ് പുറത്തു വന്നു. ഇനി ഇവിടെയാണെങ്കിൽ എത്ര അമീൻ ഉണ്ട്? 4 അമീൻ ഉണ്ട്. ടെട്രാ അമീൻ. എത്ര ക്ലോറിനുണ്ട്? 2 ക്ലോറിൻ. ഡൈക്ലോറോ. കൊബാൾട്ട് 3 ക്ലോറൈഡ്. ടെട്രാ അമീൻ. അമീന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? 2 mm ഉണ്ട്. അമീൻ ഡൈക്ലോറോ. ക്ലോറിഡോ എന്നും എഴുതാം, ക്ലോറോ എന്നും എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടം. കൊബാൾട്ട് 3 ക്ലോറൈഡ് കിട്ടിയോ? ഇനി മൂന്നാമത്തെ കേസിൽ 3 ക്ലോറിനും അകത്താണ്, 3 അമീനും അകത്താണ്. അപ്പം ട്രൈ അമീൻ 3 അമീൻ ഉണ്ട്. ട്രൈക്ലോറോ കൊബാൾട്ട് 3. നമുക്കറിയാലോ ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സിനകത്തെ ആകെ ലിഗാൻസിന്റെ എണ്ണം 6 പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ 3 3 6 ഉണ്ട്, ഇവിടെ 4 2 6 ഉണ്ട്, ഇവിടെ 5 1 6 ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. CrNH3 4 Cl2Br is a coordination compound. Identify the central metal ion. സിമ്പിൾ അല്ലേ? ഏതാ സെൻട്രൽ മെറ്റൽ അയോൺ? അകത്ത് നിൽക്കുന്ന സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ ആയിരിക്കും, ക്രോമിയം ആയിരിക്കും. നെയിം ദ ലിഗാൻഡ് പ്രസന്റ് ഇൻ ഇറ്റ്. ഇതിനകത്തുള്ള ലിഗാൻഡ് ഏതൊക്കെയാ? അമീൻ എന്ന് പറയുന്നത് NH3 ലിഗാൻഡ് ഉണ്ട്. ക്ലോറോ എന്ന് പറയുന്നത് Cl2 ലിഗാൻഡ് ഉണ്ട്. Cl ലിഗാൻഡ് ഉണ്ട്. BR എന്ന് പറയുന്നത് സെക്കൻഡറി ലിഗാൻഡ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ലിഗാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെ നോക്കത്തുള്ളൂ. അപ്പൊ NH3യും Cl ആയിരിക്കും. ഇവിടെ ബ്രോമിൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോംപ്ലക്സിന് പുറത്താണ്. ഓക്കെ, അത് പുറത്ത് എന്ന് പറയുമ്പോൾ പ്രൈമറി വാലൻസി ആയിരിക്കും. അക്കോർഡിംഗ് ടു വെർണേഴ്സ് കോർഡിനേഷൻ തിയറി പുറത്തുള്ള വാലൻസി പ്രൈമറി വാലൻസി ആയിരിക്കും. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ അകത്തുള്ളതിനെ മാത്രമേ നോക്കത്തുള്ളൂ. 4 2 6. എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 4 2 6. ഇനി റൈറ്റ് ദി IUPAC നെയിം. IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ആദ്യം കോർഡിനേഷൻ കോംപ്ലക്സിനകത്തുള്ള എഴുതണം. നമുക്ക് അമീനും ഉണ്ട്, ക്ലോറോയും ഉണ്ട്. 2 അമീൻ ക്ലോറോ എന്ന് പറയുമ്പം ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം അമീൻ വരും. അമീൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ടെട്രാ അമീൻ 2 ഡൈക്ലോറോ. അപ്പൊ ടെട്രാ അമീൻ ഡൈക്ലോറോ ക്രോമിയം. ഇനി മൊത്തം എത്ര മൊത്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ട്? 2 ക്ലോറിനും ഉണ്ട്, 1 ബ്രോമിനും ഉണ്ട്. 2 1 3. അതുകൊണ്ട് നമുക്ക് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 വരും. സോ ദി നെയിം വിൽ ബി ടെട്രാ അമീൻ ഡൈക്ലോറിഡോ ക്രോമിയം 3 ബ്രോമൈഡ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് റൈറ്റ് അയോണൈസേഷൻ ഐസോമർ ഓഫ് ദി എബവ് കോമ്പൗണ്ട്. അയോണൈസേഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ അയോണൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ നമുക്ക് ഈ ബ്രോമിനെ അകത്തേക്കും കയറ്റി ഈ ക്ലോറിനെ പുറത്തേക്കും വിടാം. പക്ഷേ കോർഡിനേഷൻ നമ്പർ മാറരുത്. 4 2 6. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1 ബ്രോമിനെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 ബ്രോമിനെ അകത്തേക്ക് കയറ്റി 1 ക്ലോറിനെ പുറത്തേക്ക് ഇറക്കാം. അപ്പൊ നമുക്ക് CrNH3 4 Cl Br Cl എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്.
മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ Na2EDTA ഈസ് യൂസ്ഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. കണ്ടോ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ നമുക്കിപ്പോൾ ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് EDTA. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള സ്ട്രക്ചറാണ് EDTA എന്ന് പറയുമ്പോൾ എത്തിലീൻ ഡൈഅമീൻ. എത്തിലീൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. സോ 2 കാർബൺ ആറ്റം ഉള്ള ആളെ വരച്ചു. ഇനി ഡൈ അമീൻ എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ ആറ്റം വരച്ചു. ഓക്കെ, എത്തിലീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. സോ CH2 NN. ഓക്കെ, ഡൈ അമ്മീൻ എന്ന് പറയുമ്പോൾ NH2 ആണ്. ആ 2 ഹൈഡ്രജനായിട്ടെ മാറ്റി നമ്മൾ ആരെ വെച്ചു? അസറ്റൈറ്റ് ഗ്രൂപ്പ് വരുന്നു. അപ്പൊ എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റൈറ്റ് എന്നാണ് നമ്മുടെ പേര്. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതണം. ഡ്രോ ചെയ്യാൻ എളുപ്പമല്ലേ? ഇതിന് 2 വട്ടം വരച്ച് പഠിക്കുകയാണ് വേണം. ഇനിയും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഇറ്റ്സ് ഡെൻസിറ്റി? ഇവിടെ നോക്കിക്കേ, 1 2 3 4 4 നെഗറ്റീവ് ചാർജ് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നൈട്രജന് ലോൺ പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ അവിടെ, ഒരു ലോൺ പെയർ ഇവിടെ. അപ്പൊ 4 2 6. സോ ഡെൻസിറ്റി എത്രയായിരിക്കും? 6 ആയിരിക്കും. വാട്ട് ആർ ദി ഡോണർ ആറ്റംസ് ഇൻ ഇറ്റ്? ഇനി നമുക്ക് ഇവിടുത്തെ ഡോണർ ആറ്റംസ് ആരൊക്കെ ആയിരിക്കും? ഓക്സിജൻ ഡോണർ ആറ്റമാണ്. പിന്നെ ഉള്ളത് ആരാ? നൈട്രജൻ ഡോണർ ആറ്റമാണ്. നൈട്രജനിലുള്ള ലോൺ പെയർ. അപ്പൊ നൈട്രജനും ഓക്സിജനും ആയിരിക്കും ഡോണർ ആറ്റം. വൈ ഈസ് ഇറ്റ് കോൾഡ് കീലേറ്റിംഗ് ലിഗാൻഡ്? കീലേറ്റിംഗ് ലിഗാൻഡ് എന്നറിയപ്പെടാൻ കാരണം എന്താ? ഇറ്റ് ക്യാൻ ഫോം റിംഗ് കോംപ്ലക്സ് വിത്ത് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റവുമായിട്ട് റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് കീലേറ്റിംഗ് ലിഗാൻഡ്. ഇതൊരു കീലേറ്റിംഗ് ലിഗാൻഡ് എന്നറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Question number 6. NO2 minus and ONO minus constitute ambidendate ligand. Give another set of ambidendate ligand. What is the set of ambidendate ligand? EDTA 4 minus is a chelating ligand. Give 2 other examples. EDTA 4 minus or chelating ligand and chelating ligand വേറെ 2 എക്സാമ്പിൾ കൊടുക്കാം. ഇനി give the density of NO2 minus and NH3. NO2 minus and NH3 ന്റെ ഡെൻസിറ്റി പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ NO2 മൈനസും ONO മൈനസും പോലെ ആംബിഡെന്റ് ലിഗാൻഡിന് വേറെ എക്സാമ്പിൾസ് ആണ് SCN മൈനസും NCSും. ഓക്കെ, സയനൈറ്റും തയോസയനൈറ്റും. ഓക്കെ, ഇനി അടുത്ത EDTA മൈനസ് പോലെ വേറൊരു കീലേറ്റിംഗ് ലിഗാൻഡാണ് EN, എത്തിലീൻ ഡൈയമീൻ എന്ന് പറയുന്നത്. അതായത് ഈഥൈൽ 1,2 ഡൈയമീൻ. പിന്നെ വേറൊരു കീലേറ്റിംഗ് ലിഗാൻഡാണ് C2O4 മൈനസ്, അതായത് ഓക്സലൈറ്റ് അയോൺ എന്ന് പറയുന്നത്. ഇനി NO2 മൈനസിന്റെ NH3 ഒരു ലോൺ പെയർ ആണുള്ളത്. പിന്നെ NO2 മൈനസിനകത്ത് ഒരു മൈനസ് ചാർജേ ഉള്ളൂ. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് രണ്ടിന്റെയും 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 7. The central ion Ag plus with coordination number 2 forms a positive complex ion with NH3 ligand. Also Ag plus forms a negative complex with CN minus ligand. അപ്പൊ നമുക്കറിയാം ഇത് കോർഡിനേഷൻ ഐസോമർസം ആയിരിക്കും. കാരണം Ag plus കോർഡിനേഷൻ നമ്പർ 2 കാണിക്കുന്നു ഒരു പോസിറ്റീവ് കോംപ്ലക്സ് അയോൺ ആയിരിക്കും വിത്ത് NH3. ഇനി Ag പ്ലസ് നെഗറ്റീവ് കോംപ്ലക്സ് അയോൺ തരുന്നു CN മൈനസ്. ഇങ്ങനെ 2 കോംപ്ലക്സ് അയോൺസ് ഒരുമിച്ച് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അതിന് നമുക്ക് എന്ത് പറയാം? കോർഡിനേഷൻ ഐസോമർസം എന്നാണ് പറയുന്നത്, അല്ലെ? റൈറ്റ് ദി ഫോർമുല ഓഫ് ദി എബോവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇപ്പൊ Ag NH3 2 ആണ്. അപ്പൊ Ag NH3 2. ഇനി ഇവിടെ നമുക്ക് Ag പ്ലസ് ആണ് വരുന്നത്. സോ പ്ലസ്, അല്ലെ? ഡൈ അമീൻ സിൽവർ 1 ആകും. ഇനി Ag CN 2 മൈനസ് ആയിരിക്കും. ഡൈ സൈനിഡോ അർജന്റേറ്റ് 1. ഇനി give the density of NH3 and CN minus ligand. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്. CN മൈനസിന് ഒരു മൈനസ് ചാർജേ ഉള്ളൂ 1. NH3 ഒരു ലോൺ പെയർ ആണുള്ളത്. സോ 1. ഇനി റൈറ്റ് ദ ഫോർമുല ആൻഡ് നെയിം ഓഫ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. EDTA ആണ് ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. EDTA 4 മൈനസ്. ക്ലിയർ അല്ലേ? അടുത്തത് കൺസിഡർ ദ കോർഡിനേറ്റ് CrNH3 5CO3 Cl minus. Cl എന്ന് പറയുന്ന question number 8. Consider the coordination compound CONH3 5SO4 Br. Write the IUPAC name of the above coordination compound. ഇവിടെ നോക്കിക്കേ, നമുക്കുള്ള ആദ്യം ലിഗാൻഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഈ ലിഗാൻഡ് എന്ന് പറയുന്നത് NH3 5 എന്ന് പറയുമ്പോൾ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ സൾഫൈറ്റോ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്. സൾഫൈറ്റോ. ഓക്കെ, ഇവിടെ നമുക്ക് നെഗറ്റീവ് ലിഗാൻഡ്സിനെ എല്ലാം O ഇട്ട് വേണം കാണിക്കാൻ. അപ്പൊ ഇവിടെ പെന്റാമീൻ, സൾഫേറ്റോ, കോബാൾട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ, കോബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ SO4ന്റെ ചാർജ് എന്താ? SO4 2 മൈനസ്. നമ്മൾ ഓൾറെഡി അറിയാൻ വെച്ചിട്ട് SO4. Brന്റെ ചാർജ് എന്താ? Br മൈനസ്. അപ്പൊ ഇവിടെ എത്ര മൈനസ് ചാർജ് ഉണ്ടോ? 2ഉം ഇവിടെ 1ഉം. 2 1 3 മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ 3 മൈനസ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പ്ലസ് ചാർജ് വേണം. അപ്പൊ നമുക്ക് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് +3 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നെയിം വരുമ്പോ എങ്ങനെ വരും? പെന്റാമീൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. നോക്കട്ടെ പേര്. പെന്റാമീൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. കിട്ടിയില്ല? ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ് ഓഫ് ദ സെൻട്രൽ മെറ്റൽ കൊബാൾട്ടിന്റെ അബോവ് കോർഡിനേഷൻ നമ്പർ. നമുക്കറിയാം പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അതിന്റെ കോർഡിനേഷൻ നമ്പർ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്
5 1 6 സോ കോർഡിനേഷൻ നമ്പർ 6 ആണ്, അതായത് സെക്കൻഡറി വാലൻസി 6 ആണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് കൊബാൾട്ടിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു +3 ആണ് അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയതുകൊണ്ട് പ്രൈമറി വാലൻസി 3 ആണ്. അപ്പോൾ പ്രൈമറി വാലൻസി 3, സെക്കൻഡറി വാലൻസി 6 കിട്ടിയല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ, വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ദി എബവ് കോർഡിനേഷൻ കോമ്പൗണ്ട്. എബവ് കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള സെക്കൻഡറി എന്തായിരിക്കും? അയനൈസേഷൻ ഐസോമറിസം ആയിരിക്കും. ഈ BRന് ഭാഗത്തോട്ട് കയറാം, SO4 2 പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മൾ കോർഡിനേഷൻ നമ്പർ 6 കീപ്പ് ചെയ്യണം. പക്ഷെ അകത്തേക്കും അയോൺസിന് കയറാൻ പറ്റും. അങ്ങനെയുള്ള ഐസോമറിസത്തിനെയാണ് നമ്മൾ അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, CrNH3,5CO3 Cl is a coordination compound. Name the central metal ion of the above compound. What is the IUPAC name? Name the ligand present in the above compound. Whether the ligand present in the above compound are ambidentate ligands. Why? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, വാട്ട് ഈസ് ദ അയനൈസേഷൻ ഐസോമർ ഓഫ് ദി എബവ് മെൻഷൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇത് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെയിം ദ സെൻട്രൽ മെറ്റൽ അയോൺ ഓഫ് ദി എബവ് കോമ്പൗണ്ട്. സെൻട്രൽ മെറ്റൽ അയോൺ ഏതായിരിക്കും? നമ്മുടെ ക്രോമിയം ആയിരിക്കും സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. ഇനി സോറി ഒരു മിനിറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് IUPAC നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് CO3 എന്ന് പറയുമ്പോൾ CO3 2- എന്ന് പറയുന്ന കാർബണേറ്റോ ലിഗാൻഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ NH3 എന്ന് പറയുമ്പോൾ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്. ആദ്യമേ അമീൻ ആണ് എഴുതുന്നത്. സോ പെന്റ അമീൻ കാർബണേറ്റോ ക്രോമിയം. ഇനി 2- ഇവിടുത്തെ Cl കൂടെ വരുമ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2- പ്ലസ് -1 എന്ന് പറയുമ്പോൾ -3 ആയിരിക്കും. അതിന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് +3 വരണം ചാർജ് ഓഫ് ക്രോമിയം. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പെന്റ അമീൻ കാർബണേറ്റോ ക്രോമിയം 3 ക്ലോറൈഡ് ആയിരിക്കും. പെന്റ അമീൻ കാർബണേറ്റോ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് Cr3+ എന്ന് എഴുതണം. അടുത്ത നെയിം ദി ലിഗാൻഡ് പ്രസന്റ് ഇൻ ദി എബവ് കോമ്പൗണ്ട്. കാർബണേറ്റവും അമീനും ആയിരിക്കും. NH3 ആയിരിക്കും ലിഗാൻഡ്, NH3 കാർബണേറ്റോ CO3 2- ആയിരിക്കും. ഇനി whether the ligands present in the above compounds are ambidentate. ഇവിടെ ambidentate ligands ഒന്നും ഇല്ല. Since they do not contain more than one donor atom, they are not ambidentate ligands. പിന്നെ what is the ionization isomer of the above mentioned? Ionization isomerism എന്ന് പറയുമ്പോൾ Cl-നകത്തേക്ക് കയറാം, CO3 2- പുറത്തേക്ക് വിടാം. So the ionization isomerism will be CrNH3,5Cl CO3. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ magnetic behavior of a complex can be explained on the basis of valence bond theory. Magnetic behavior. CONH3,6,3+ is a diamagnetic complex and COF6,3- is a paramagnetic complex. Substantiate the above statement using VB theory. നമ്മൾ VB theory introduce ചെയ്യണം. Classify the above mentioned complex in inner orbital and outer orbital complexes. ഇതാണ് നമുക്ക് ക്ലാസിഫൈ. അപ്പോൾ NH3,6,3+-നകത്താണെങ്കിൽ the electron get paired in presence of strong field ligand NH3. അപ്പോൾ അമോണിയ in presence of കോബാൾട്ടിന്റെ പ്രസൻസിൽ അമോണിയ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇവിടെ പെയറിങ് നടക്കും. CO3+ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? CO2+ എന്ന് പറയുമ്പോൾ D7 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് D6 ആയിരിക്കും. നോക്കട്ടെ ഒരു മിനിറ്റ്. CO3+ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് CO3+ എന്ന് പറയുമ്പോൾ D6 കോൺഫിഗറേഷൻ. D6 എന്ന് പറയുമ്പോൾ നമ്മൾ T2G6, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് പോകും. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ. സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. പക്ഷെ COF6-നകത്ത് ഫ്ലൂറിൻ എന്ന് പറയുന്ന വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? T2G6-നെ നമുക്ക് T2G4EG2 എന്നാണ് വരുന്നത്. T2G4EG2. അപ്പൊ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. Hence it is paramagnetic. ഇനി classify the above mentioned complex into inner orbital or outer orbital complexes. CONH3,6 എന്ന് പറയുന്നത് എവിടെയാണോ പെയറിംഗ് നടക്കുന്നത് അത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കോൺഫിഗറേഷൻ ഹൈബ്രിഡൈസേഷൻ D2sp3 ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഹൈബ്രിഡൈസേഷൻ sp3d2 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ആകെ പോസിബിൾ ആയിട്ടുള്ള 2 ഹൈബ്രിഡൈസേഷൻ D2sp3 sp3d2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. നമ്മളിവിടെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ആൻസേഴ്സും വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഇതിന്റെ ഫർദർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. വിൽ ഡിസ്കസ്. ഓക്കെ, ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.